പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബാലേന്ദ്രൻ രേവതിയുടെ കോൾ റെക്കോർഡ് കേൾക്കുവാണ്. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ 22 വർഷം മുമ്പ് പ്രസവിച്ച് തള്ളിയ മകളാണ് ഞാൻ. നിങ്ങളെ ഒന്ന് കാണാനും അമ്മയെന്ന് വിളിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതേക്കും അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ബാലേന്ദ്രന്. കുറേ നേരം ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന കസേരയൊക്കെ ചവിട്ടി തീർപ്പിക്കുന്നുണ്ട്. ആകെ ടെൻഷനിൽ തളർന്നു പോവുകയാണ് ബാലേന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് ഷെറിനെയാണ്. ഷെറിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നാണല്ലോ അവർ 3 പേരും, രേവതിയും ഗ്രേസിയമ്മയും മാമച്ചായനും. അവർ ചെന്ന് കഴിയുമ്പോഴേക്കും ഷെറിൻ റൂം തുറന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങി വരുവാണ്. ഷെറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മെൻ്റൽ ഡിപ്രഷനൊക്കെ ബാധിച്ച് ഒരു ഭ്രാന്തിയെ പോലെ ഇറങ്ങി വരുന്നു. എന്നിട്ട് രേവതി കാണുമ്പോഴാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്, ഇവളാണ് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ അലറി കരയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഷെറിനെ അന്നേരം ഷെറിൻ്റെ ആങ്ങളെയോ സഹോദരി ആരെങ്കിലും ആയിരിക്കും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം ഷെറിൻ പറയുവാണ്, ഷെറിൻ പോകുക, നിങ്ങൾ പോയി പറഞ്ഞേക്കണം ഷെറിനെ എല്ലാവരും കൂടി കൊന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും രേവതിക്കുട്ടിയെ ചൂണ്ടി പറയുന്നുണ്ട്, ഇവള എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട്. മിക്കവാറും പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ അവർ മാറ്റി കാണും, അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു കാണും. അതിൻ്റെ ആ ടെൻഷൻ ഡിപ്രഷൻ ബാധിച്ച് മെൻ്റൽ ഭ്രാന്തി പോലെ ആയതാണ് ഷെറിൻ. ഇത് കണ്ട് അന്തം വിട്ട് കണ്ണും മിഴിച്ച് നിൽക്കുവാണ് ഗ്രേസിയമ്മയും മാമച്ചായനും രേവതിയൊക്കെ.